പ്രവാസ ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു സാംസ്കാരിക സംഘടനയായി ഉയർന്നു വരുന്ന സംഘടനാ വൈഭവം കൊണ്ട് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഓർമ്മ എന്ന സംഘടനയെയും അവരെ ഒത്തൊരുമയോടെ മുന്നോട്ട് നയിക്കുന്ന ഒരാശയത്തെയും ഹൃദയോഷ്മളമായി ഞാൻ അഭിവാദ്യം ചെയ്യട്ടെ. സാമൂഹ്യ മാധ്യമങ്ങളെ ഞാൻ നോക്കിക്കാണുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വ്യാജ പൊതുബോധ നിർമ്മിതിയെ പ്രതിരോധിക്കാൻ വേണ്ടി സാധാരണക്കാർ സൃഷ്ടിച്ച അതല്ലെങ്കിൽ സാധാരണക്കാർ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു ജനാധിപത്യ പരിചയമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അതല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുബോധ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായി അതല്ലെങ്കിൽ ഒരു 15 വർഷത്തിലേറെയായി മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ പൂർണ്ണമായും അപ്രസക്തമായി എന്ന് വിശ്വസിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ, രാഷ്ട്രീയ വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. കാരണം അങ്ങനെ നമ്മുടെ ആശയ രൂപീകരണത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ അഭിലാഷങ്ങളിൽ, നമ്മളുടെ തിരഞ്ഞെടുക്കപ്പെടലുകളിൽ ഈ മാധ്യമങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമായിരുന്നെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി ഒരിക്കലും ഒരു സർക്കാർ അധികാരത്തിൽ വരുമായിരുന്നില്ല. അതുമാത്രമല്ല, ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ പൊതുബോധ നിർമ്മിതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ജനങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൂർണ്ണമായും അപ്രസക്തമായി എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ അവർ അപ്രസക്തമായാലും നമ്മൾ എന്തുകൊണ്ട് അവരെ വിമർശിക്കുന്നു? കാരണം അവരെ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ മനുഷ്യരോട് നമുക്ക് കൃത്യമായി സംവദിക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും സൈക്കോപാത്ത് എന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ മലയാള മാധ്യമ ലോകം നമ്മെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വാക്കാണ് ഇൻട്രോപാത്ത്. നമുക്കറിയാം, 7 മണിക്കും 10 മണിക്കും ഇടയിലുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ നമ്മളിപ്പോൾ കാണുന്നത് ഇൻട്രോപാത്തുകളെയാണ്. ആ ഇൻട്രോകളാണ് ഇപ്പോൾ റീലായും പ്രചരിപ്പിക്കപ്പെടുന്നത്. ഒരു അവതാരകൻ ഇൻട്രോ എന്നുള്ള രീതിയിൽ തങ്ങൾ ലക്ഷ്യം വെക്കുന്ന രാഷ്ട്രീയ നേതാവിനെതിരെ അതല്ലെങ്കിൽ ഒരു പാർട്ടിക്കെതിരെ കൃത്യമായി ഒരു ഇൻട്രോ അവതരിപ്പിക്കുന്നു. ആ ഇൻട്രോയ്ക്ക് ശേഷം അദ്ദേഹം അവതരിപ്പിച്ച ഇൻട്രോയിലേക്ക് അതല്ലെങ്കിൽ ഇൻട്രോയെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് ആ ചർച്ച കൊണ്ടുചെന്നെത്തിക്കുന്നു. നമുക്കറിയാം, ഒരു മാധ്യമ പ്രവർത്തകൻ തങ്ങളുടെ മുമ്പിലെത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ തങ്ങളുടെ മുമ്പിലെത്തുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് നയിക്കേണ്ടത്. പക്ഷേ മാധ്യമ പ്രവർത്തകർ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പുറത്ത് ചർച്ചകൾ നയിക്കുന്നു.